നമസ്കാരം. ദക്ഷ PSC കോച്ചിങ് സെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആധുനിക തിരുവിതാംകൂർ രാജാക്കന്മാരിലെ ആദ്യത്തെ വ്യക്തിയായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. അദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം വർഷം ഓർത്തിരിക്കണം. ഭരണകാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി. പിന്നെയോ തിരുവിതാംകൂറിന്റെ അശോകൻ എന്നും തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നും അറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്നറിയപ്പെട്ടിരുന്നതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പക്ഷേ അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചതാണ്. അപ്പോൾ ശരിക്കും ചരിത്രകാരന്മാരെ വിശേഷിപ്പിക്കുന്നത് ആരെയായിരിക്കും? അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സോ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. ഇദ്ദേഹം അറിയപ്പെടുന്നത് തിരുവിതാംകൂറിന്റെ അശോകൻ അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നു. ഇദ്ദേഹത്തെ നെയ്യാറ്റിൻകരയുടെ ഇളമുറ തമ്പുരാൻ എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ നികുതി സംവിധാനം ഏർപ്പെടുത്തിയ ഭരണാധികാരിയും ശുചീന്ദ്രം കൈമുക്ക് ഏർപ്പെടുത്തിയ ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മയായിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ശുചീന്ദ്രം കൈമുക്ക് അതുപോലെ തന്നെ നികുതി സംവിധാനം ഇത് രണ്ടും ഏർപ്പെടുത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് ആസ്ഥാനം, രാജ്യത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ തലസ്ഥാനം എവിടെയായിരുന്നു? പത്മനാഭപുരമായിരുന്നു. പത്മനാഭപുരം ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലാണ്. പത്മനാഭപുരം പാലസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ആ പത്മനാഭപുരത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ആസ്ഥാനം. പക്ഷെ വാണിജ്യ തലസ്ഥാനമായിട്ടുണ്ടായിരുന്നത് മാവേലിക്കരയായിരുന്നു. മാറിപ്പോവരുത്. പത്മനാഭപുരമായിരുന്നു രാജ്യത്തിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ തലസ്ഥാനം. പക്ഷെ വാണിജ്യ തലസ്ഥാനമായി സ്വീകരിച്ചത് മാവേലിക്കരയായിരുന്നു. ഇദ്ദേഹം ബജറ്റ് സംവിധാനം ഏർപ്പെടുത്തിയ വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബജറ്റ് സംവിധാനം അറിയപ്പെട്ടിരുന്ന പേരാണ് പതിവ് കണക്ക്. പതിവ് കണക്ക് എന്നാണ് ബജറ്റ് സംവിധാനം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ വാണിജ്യ വകുപ്പ് ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കീഴിൽ. ഈ വാണിജ്യ വകുപ്പിലെ മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നതാണ് മുളകു മടിശീലക്കാർ എന്ന്. വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നതാണ് മുളകു മടിശീല. വാണിജ്യ വകുപ്പ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് എന്താണ്? മുളക് മടിശീലക്കാർ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് താലൂക്കുകൾ നിലവിലുണ്ടായിരുന്നു. ആ താലൂക്കുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് മണ്ഡപത്തും വാതുക്കൽ. നമുക്കൊന്നുകൂടി നോക്കാം. ആസ്ഥാനം പത്മനാഭപുരമായിരുന്നു കന്യാകുമാരി ജില്ലയിലെ. പക്ഷെ വാണിജ്യ ആസ്ഥാനം അല്ലെങ്കിൽ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്നത് മാവേലിക്കരയാണ്. ബജറ്റ് സംവിധാനം അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക്. വാണിജ്യ വകുപ്പ് അറിയപ്പെട്ടിരുന്നതാണ് മുളക് മടിശീല. വാണിജ്യ വകുപ്പ് മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നതാണ് മുളക് മടിശീലക്കാർ. താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നതാണ് മണ്ഡപത്തും വാതുക്കൽ. ഇനി ഇദ്ദേഹത്തിന്റെ പേരിൽ വളരെ വലിയൊരു സവിശേഷത കൂടിയുണ്ട്. അതായത് ഒരു പാശ്ചാത്യ ശക്തിയെ തോൽപ്പിക്കുന്ന ഇന്ത്യൻ രാജാവ് അല്ലെങ്കിൽ ഒരു ഏഷ്യൻ രാജാവ്, ഭരണാധികാരി എന്ന് തന്നെ പറയാം. ഒരു പാശ്ചാത്യ ശക്തിയെ തോൽപ്പിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ രാജാവ് അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യൻ നാട്ടുരാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഏത് പാശ്ചാത്യ ശക്തിയാണ് ഇദ്ദേഹം തോൽപ്പിച്ചത്? ഡച്ചുകാരെയാണ് ഇദ്ദേഹം തോൽപ്പിച്ചത്. ആ യുദ്ധത്തിന്റെ പേരാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം. യുദ്ധം നടന്നത് ഏത് വർഷമായിരുന്നു? 1741 ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ഈ യുദ്ധം നടന്നത്. ഈ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. ആരാണ് വിജയിച്ചത്? മാർത്താണ്ഡവർമ്മ വിജയിച്ചു. അങ്ങനെ ഡച്ചുകാരുടെ സൈന്യാധിപനായ ഡിലനോയ്, പേര് ഇമ്പോർട്ടൻ്റ് ആണ്,
ഡച്ച് സൈന്യാധിപനായ ഡിലനോയെ തടവിലാക്കപ്പെട്ടു. അതായത് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഇദ്ദേഹത്തെ തടവിലാക്കി. പിന്നീട് ഇദ്ദേഹത്തെ തിരുവിതാംകൂർ സേനയുടെ സർവ്വസൈന്യാധിപനായിട്ട് നിയമിക്കുകയുണ്ടായി. ആ ഒരു പദവിക്ക് പറയുന്ന പേരാണ് വലിയ കപ്പിത്താൻ. അപ്പോൾ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയാണ്. ഡിലനോയ് ഡച്ച് സൈന്യാധിപനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ തിരുവിതാംകൂർ സേനയിലേക്ക് സർവ്വസൈന്യാധിപനായി നിയമിച്ചു. അതുവഴി പാശ്ചാത്യരുടെ യുദ്ധമുറകളൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുണ്ടാക്കിയ ഒരു ഭയങ്കര പ്രസിദ്ധമായ ഒരു ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. 1753 ആണ് മാവേലിക്കര ഉടമ്പടി നടക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് ഡച്ചുകാർ കേരളം വിട്ടു പോകുന്നത്. അല്ലെങ്കിൽ ഡച്ച് ശക്തി കേരളത്തിൽ നിന്നും ഒരു പരിധിവരെ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് വരെ പിന്മാറാൻ കാരണമായ ഒരു ഉടമ്പടിയാണ് 1753 മാവേലിക്കര ഉടമ്പടി. സോ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഒരു മെയിൻ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മറ്റ് 2 ഉടമ്പടികളും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് വേണാട് ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഹോമിയും തമ്മിലാണ് വേണാട് ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ ഈ വർഷം കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ഇദ്ദേഹം രാജാവായി അവരോധിച്ചു കഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടമാണ് 79 മുതൽ. ഇത് അദ്ദേഹം യുവരാജാവായിരുന്ന സമയത്ത് നടത്തിയ ഒരു ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അലക്സാണ്ടർ ഹോമിയും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി 1723. അതുപോലെ 1742 കായംകുളം രാജാവുമായി മാർത്താണ്ഡവർമ്മ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് മാന്നാർ ഉടമ്പടി എന്നറിയപ്പെടുന്നത്. അപ്പോൾ 3 ഉടമ്പടികളാണ് നമ്മൾ പഠിച്ചത്. ആദ്യം നമ്മൾ കണ്ടത് മാവേലിക്കര ഉടമ്പടിയാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണിത്. ഇതുവഴിയാണ് ഡച്ചുകാര് കേരളം വിട്ട് പോകുന്നത്. 1723 വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മയും ആരും തമ്മിലായിരുന്നു? അലക്സാണ്ടർ ഹോമിയും തമ്മിലായിരുന്നു. 1742 മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലായിരുന്നു. ഇതാണ് പ്രധാനമായും പഠിക്കാനുള്ള 3 ഉടമ്പടികൾ. ഇദ്ദേഹത്തിന്റെ കാലത്ത് പണി കഴിപ്പിച്ച ഫേമസ് ആയിട്ടുള്ള 2 കൊട്ടാരങ്ങളാണ് പത്മനാഭപുരം കൊട്ടാരവും കൃഷ്ണപുരം കൊട്ടാരവും. പത്മനാഭപുരം കൊട്ടാരം എവിടെയാണ്? നമ്മളിവിടെ തലസ്ഥാനം പറഞ്ഞപ്പോൾ പറഞ്ഞു. പത്മനാഭപുരം കൊട്ടാരം കന്യാകുമാരിയിലാണ്. ഇപ്പോഴും ആ കൊട്ടാരം അവിടെ അങ്ങനെ തന്നെ ഒരു മ്യൂസിയം പോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മനാഭപുരം കൊട്ടാരത്തിൽ പ്രസിദ്ധമായ ജലഛായ ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മനാഭപുരം കൊട്ടാരം അറിയപ്പെടുന്നതാണ് മ്യൂറൽ പഗോഡ എന്ന്. എന്താണ്? മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. ഇനി മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ടെമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ മാറിപ്പോവരുത്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന കൊട്ടാരം പത്മനാഭപുരം കൊട്ടാരം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്തെ. ഇനി കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ്? ആലപ്പുഴയിലാണ് കൃഷ്ണപുരം കൊട്ടാരം. അവിടെ ആണ് ഫേമസ് ആയിട്ടുള്ള ഗജേന്ദ്ര മോക്ഷം ചുവർ ചിത്രമുള്ളത്. വളരെ വലിയ ഒരു ചുവർ ചിത്രമാണത്. ഗജേന്ദ്ര മോക്ഷം ചുവർ ചിത്രം ഏത് കൊട്ടാരത്തിലാണ് കാണുന്നത്? കൃഷ്ണപുരം കൊട്ടാരത്തിൽ. കൃഷ്ണപുരം കൊട്ടാരം എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന ചില പ്രധാന സംഭവങ്ങൾ നോക്കാം. ആദ്യത്തേത് തൃപ്പടിദാനം 1750. 1750 ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത്. ജനുവരി 3-ാം തീയതി. 1750 ജനുവരി 3-ാം തീയതിയാണ് ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത്. അപ്പോൾ എന്താണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്? അതായത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പിടിച്ചടക്കിയിട്ടുള്ളതും അദ്ദേഹത്തിന് സ്വന്തമായുള്ളതുമായ എല്ലാ അധികാരങ്ങളും അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളും എല്ലാ സമ്പത്തും എല്ലാം പത്മനാഭന്റെ കീഴിൽ സമർപ്പിക്കുന്നു. എന്നിട്ട് പത്മനാഭദാസനായിട്ട് രാജാവ് ജനങ്ങളെ സേവിക്കുന്നു. സോ അതിനുശേഷമാണ്, ഒന്നാം തൃപ്പടിദാനത്തിന് ശേഷമാണ്
തിരുവിതാംകൂർ രാജാക്കന്മാരെ പത്മനാഭദാസന്മാരെന്ന് വിളിക്കാൻ തുടങ്ങിയത്. സോ 1750 ജനുവരി 3-നാണ് ഒന്നാം തൃപ്പടിദാനം നടന്നത്. പിന്നെ ആ കാലത്ത് തന്നെ നടക്കുന്ന മറ്റു സംഭവങ്ങളാണ് ഭദ്രദീപം. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 തവണ ചുറ്റുവിളക്ക് നടക്കുന്നതാണ് ഭദ്രദീപം. പിന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് മുറജപം. 12 വർഷത്തിൽ ഒരിക്കലാണ് മുറജപം നടക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രസിദ്ധരായ 2 മന്ത്രിമാരാണ് രാമയ്യൻ ദളവയും അല്ലാടി മല്ലൻ ശങ്കരനും. ആരൊക്കെയാണ്? രാമയ്യൻ ദളവ, അല്ലാടി മല്ലൻ ശങ്കരൻ. ഇവർ രണ്ടുപേരുമാണ് അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രസിദ്ധരായ 2 മന്ത്രിമാർ. ഇനി അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്ന 2 കവികൾ, വളരെ പ്രശസ്തരായ 2 കവികളാണ് കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. ആരൊക്കെയാണ്? കുഞ്ചൻ നമ്പ്യാർ, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരും അതുപോലെ തന്നെ രാമപുരത്ത് വാര്യരും, പ്രശസ്ത കവിയായ രാമപുരത്ത് വാര്യരും രണ്ടുപേരും ഇദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നു. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പണി കഴിപ്പിച്ച 2 അണക്കെട്ടുകളാണ് പൊന്മനയും പുത്തനണയും. അതുപോലെ അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഉദയഗിരി കോട്ട, തിരുവനന്തപുരത്തുള്ള ഉദയഗിരി കോട്ട. ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകവും ഉദയഗിരി കോട്ടയാണ്. അപ്പോൾ ഉദയഗിരി കോട്ട അറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയുടെ സ്മാരകം എന്നാണ്, ഡിലനോയ് സ്മാരകം എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹമാണ് 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത ഭരണാധികാരി. 8 യോഗം എന്നൊരു സംഭവം ഇദ്ദേഹത്തിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, 8 യോഗത്തിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. 8 യോഗത്തിൽ ശരിക്കും 9 വ്യക്തികളുണ്ട്. ഈ അര എന്ന് കൂട്ടുന്നത് തിരുവിതാംകൂർ രാജാവിനെയാണ്. 7 നമ്പൂതിരിമാരും 1 കാര്യസ്ഥനും 1 തിരുവിതാംകൂർ ഭരണാധികാരിയായ രാജാവും ഉൾപ്പെടുന്നതാണ് 8 യോഗം. സോ അപ്പോൾ ഇത്രയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഒരു പ്രാവശ്യം കൂടി നോക്കാം. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ അശോകൻ, തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നു. നെയ്യാറ്റിൻകരയുടെ ഇളമുറത്തമ്പുരാൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ആസ്ഥാനം അല്ലെങ്കിൽ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. വാണിജ്യ തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. പതിവ് കണക്ക് എന്നറിയപ്പെട്ടിരുന്നത് അന്നത്തെ ബഡ്ജറ്റ് സിസ്റ്റം ആയിരുന്നു. മുളക് മണിശീല എന്നറിയപ്പെട്ടിരുന്നതോ അന്നത്തെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വാണിജ്യ വകുപ്പായിരുന്നു. ആ വകുപ്പിലെ മന്ത്രിമാരറിയപ്പെട്ടിരുന്നതാണ് മുളക് മണിശീലക്കാർ. താലൂക്കുകൾ അറിയപ്പെട്ടിരുന്നത് മണ്ഡപത്തും വാതുക്കൽ എന്നാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ രാജാവ് അല്ലെങ്കിൽ ആദ്യത്തെ ഏഷ്യൻ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. കുളച്ചിൽ യുദ്ധത്തിൽ 1741 നടന്ന കുളച്ചിൽ യുദ്ധത്തിലാണ് അദ്ദേഹം ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നത്. ഡച്ചുകാരുടെ സൈന്യാധിപനായ ക്യാപ്റ്റൻ ഡിലനോയി അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിനു ശേഷം തിരുവിതാംകൂർ സേനയുടെ സർവ്വസൈന്യാധിപനായി അവരോധിക്കുന്നു. അദ്ദേഹത്തിനെ വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. ഡിലനോയ് സ്മാരകം എവിടെയാണ്? ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട പണി കഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അതുപോലെ തന്നെ 3 ഉടമ്പടികൾ പഠിച്ചിരിക്കാനുള്ളതാണ്. 1953 മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ് 1753 മാവേലിക്കര ഉടമ്പടി. 1723 വേണാട് ഉടമ്പടി ഇദ്ദേഹവും അലക്സാണ്ടർ ഹോമിസും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. 1742 മാന്നാർ ഉടമ്പടി ഉണ്ടാക്കിയത് ആരൊക്കെ തമ്മിലായിരുന്നു? കായംകുളം രാജാവും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. ഒന്നാം തൃപ്പടിദാനം 1750 ഡേറ്റ് ജനുവരി 3 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം നടക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്ന കവികളായിരുന്നു കുഞ്ചൻ നമ്പ്യാരും രാമപുരത്ത് വാര്യരും. ഇദ്ദേഹം പണി കഴിപ്പിച്ച 2 കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരവും കൃഷ്ണപുരം കൊട്ടാരവും. പത്മനാഭപുരം കൊട്ടാരം കന്യാകുമാരി ജില്ലയിലും കൃഷ്ണപുരം കൊട്ടാരം ആലപ്പുഴയിലുമാണ്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ഇദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പ്രഗത്ഭരായ 2 മന്ത്രിമാരായിരുന്നു രാമയ്യൻ ദളവയും അല്ലാടി മല്ലൻ ശങ്കരനും. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത ഭരണാധികാരിമാരായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു.
ഇദ്ദേഹം പണി കഴിപ്പിച്ച 2 അണക്കെട്ടുകളാണ് പുത്തനണയും പൊന്മനയും. സോ ഇത്രയുമാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.